ഡിസംബർ 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് UP ജഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിഷൻ മോഷൻ ഇംപീച്ച്മെന്റ് മോഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിഷൻ ആ ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് മോഷൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇംപീച്ച്മെന്റ് മോഷൻ, എന്താണ് ഇതിന്റെ പ്രൊസീജിയർ, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജഡ്ജസിനെ സാധാരണ റിമൂവ് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ ഇൻകപ്പാസിറ്റി, അദ്ദേഹം ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് capable അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു എന്തെങ്കിലും ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ത്രൂ ആണെന്ന് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ജഡ്ജിമാർക്ക് ഇൻഡിപെൻഡൻസ് ഉറപ്പുവരുത്തുന്നത്, അതായത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു പ്രോസസ്സിനെ ഇംപീച്ച്മെന്റ് എന്ന പേര് വിളിക്കുന്നില്ല. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതിനു പകരം ആർട്ടിക്കിൾ 124 പ്രകാരമുള്ള റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ്, ആർട്ടിക്കിൾ 218 പ്രകാരമുള്ള റിമൂവൽ ഓഫ് ഹൈക്കോടതി ജഡ്ജ് തുടങ്ങിയിട്ടുള്ള പേരുകളാണ്, പ്രൊവിഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി, നമ്മുടെ ഭരണഘടന പറയുന്നത് വെച്ചാൽ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ്? പ്രസിഡന്റിന്റെ ഓർഡറോടുകൂടി. പ്രസിഡന്റിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് റിമൂവ് ചെയ്യുക. പക്ഷേ പ്രസിഡന്റിന് ഓർഡർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മോഷൻ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയ മോഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് ഓർഡർ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഓഫ് റിമൂവൽ ഓഫ് ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ ഫോമാറ്റ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, ഇത് ഇംപീച്ച്മെന്റ് മോഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ഹൗസ് ഓഫ് പാർലമെന്റ്, അത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ലോക്സഭയിലാണെങ്കിൽ കുറഞ്ഞത് 100 അംഗങ്ങളെങ്കിലും ഒരു നോട്ടീസ് സൈൻ ചെയ്തിട്ട് സ്പീക്കർക്ക് നൽകണം. രാജ്യസഭയിലാണ് തുടങ്ങുന്നതെങ്കിൽ 50 മെമ്പേഴ്സ് എങ്കിലും മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ട് നോട്ടീസ് രാജ്യസഭാ ചെയർമാന് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ഈ നോട്ടീസ് കിട്ടി, ആ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കണം. കൺസേൺഡ് ആയിട്ട് ആൾക്കാരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ആ നോട്ടീസിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മോഷനെ അഡ്മിറ്റ് ചെയ്യണോ, റെഫ്യൂസ് ചെയ്യണോ, നിരാകരിക്കണോ എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ ആ മോഷൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവസാനിച്ചു. ഇൻ കേസ് മോഷൻ അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു, അതായത് ആ എഴുതി കൊടുത്ത മോഷനിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 3 മെമ്പർ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരു 3 അംഗ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ ഒരാൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ആയിരിക്കും. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട് ആയിരിക്കും, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. മൂന്നാമത് ഒരാൾ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 പേര് ആ മോഷൻ പ്രകാരമുള്ള ചാർജസുകൾ ഫ്രെയിം ചെയ്യുകയും അതിൻ്റെ മേലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ കോപ്പിയും മറ്റുമൊക്കെ ഈ ആരോപണ വിധേയനായിട്ടുള്ള ജഡ്ജിന് നൽകുകയും ചെയ്യും. അദ്ദേഹത്തിനോട് റിട്ടേൺ ആയിട്ട് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഡ് ചെയ്തതിനു ശേഷം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും സ്പീക്കർക്കാണ് നൽകുന്നതായിട്ടുള്ളത്. ഈ ഒരു സ്പീക്കർ ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ മുന്നിൽ വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ പാർലമെന്റിന്റെ മുന്നിൽ വെക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഏത് സ്പീക്കറാണോ അല്ലെങ്കിൽ ഏത് ഹൗസിന്റെ അധ്യക്ഷനാണോ കമ്മിറ്റി രൂപീകരിച്ചത് അവർക്കാണ് റിപ്പോർട്ട് നൽകുക. അപ്പോൾ ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മിസ്ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ മോഷൻ, അതായത് ഈ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഹൗസിലും ഇത് പാസ്സാവണം എന്നുകൂടി ഓർത്ത് നോക്കുക. ആദ്യത്തെ ഹൗസിൽ, അതായത് എവിടെയാണോ ആദ്യമായിട്ട് ഈ ഒരു വിഷയം വന്നത് ആ ഒരു ഹൗസിലെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി, അതായത് ടോട്ടൽ എത്ര അംഗങ്ങളാണുള്ളത് അവരുടെ 50% ആൾക്കാർ ഇത് അപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ അന്ന് പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്തതിൽ 2/3 ആൾക്കാരെങ്കിലും, 2 പേർ ആൾക്കാരെങ്കിലും ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അതൊരു സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മോഷൻ
പാസ്സാവുകയുള്ളൂ. ഇനി ഒരു ഹൗസിൽ അത് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഹൗസിലേക്ക് മാറും. അടുത്ത ഹൗസിലും ഇതേപോലെ അത് മോഷൻ പാസ്സാക്കണം. ഇങ്ങനെ പാസ്സായെങ്കിൽ മാത്രം അത് പ്രസിഡന്റിന് അയക്കും. എങ്കിലാണ് പ്രസിഡന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും ഈ ഒരു വിഷയം വാർത്തയിൽ വന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീൻ തെറാപ്പി, നോവൽ ആയിട്ടുള്ള ജീൻ തെറാപ്പി ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തു. ഇതൊരു വൺ ടൈം സൊല്യൂഷൻ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ എടുക്കേണ്ട വൺ ടൈം സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ സയന്റിസ്റ്റുകളാണ് ജീൻ തെറാപ്പി, അതായത് ജീൻ എഡിറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജീൻ തെറാപ്പി ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം ക്ലോട്ട് ആവാത്ത, രക്തം കട്ട പിടിക്കാത്ത അസുഖത്തിനെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീൻ തെറാപ്പി കണ്ടെത്തി എന്നുള്ളതാണ്. 14 മാസത്തെ ഫോളോ അപ്പ് കഴിഞ്ഞപ്പോൾ നിലവിൽ ഈ പേഷ്യൻസിന് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഒന്നുമില്ല എന്നുള്ളതാണ്. സാധാരണ ട്രീറ്റ്മെന്റുകളിൽ നമ്മൾ ഈ ഹീമോഫീലിയക്ക് ട്രീറ്റ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, രക്തം കട്ട പിടിക്കുന്നില്ല, അപ്പോൾ അതിനെ കട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ജീൻ തെറാപ്പിയിൽ ഇതൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ ടൈം സൊല്യൂഷൻ ആണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മരുന്നുകൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലത്തെ ഒരു ജീൻ തെറാപ്പി 2023 US റൊക്ടാവിയൻ എന്ന പേരിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലീഡിംഗ് ഡിസോർഡറിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്താ ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് റെയർ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുന്നതന്നെ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ അഭാവം കാരണം, ഡെഫിഷ്യൻസി കാരണമാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നതായിട്ടുള്ളത്. ഇതാണ് ഹീമോഫീലിയയുടെ ഏറ്റവും പ്രിവലന്റ് ആയിട്ടുള്ള ഫോമാണ് ഹീമോഫീലിയ എ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 8 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇത് ബ്ലഡിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രോട്ടീന്റെ അഭാവമാണ് ഈ ഒരു ഡെഫിഷ്യൻസി കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ രക്തം കട്ട പിടിക്കില്ല, മുഴുവൻ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങി പുറത്തേക്ക് പോയിട്ട് ആൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നോർമലി ഒരാൾക്ക് ക്ലോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയമാണ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇതാണ് ഹീമോഫീലിയയുടെ പ്രത്യേകതയായിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പ്രൈമർലി ഇത് ജെനറ്റിക് ഡിസീസ് ആണ്, ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഹ്യൂമൻ ക്രോമസോമിന് നമുക്ക് എക്സ് വൈ എന്നിങ്ങനെ രണ്ട് വെച്ച് തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പുരുഷന്മാരുടേത് എക്സ് വൈ എന്നും സ്ത്രീകളുടേത് എക്സ് എക്സ് എന്നുമാണ്. രണ്ട് ക്രോമസോമ് എക്സ് എക്സും ആണ്. അപ്പോൾ ഇതൊരു എക്സ് ലിങ്ക്ഡ് റിസസീവ് പാറ്റേൺ ആണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ക്രോമസോം ആണ്. അപ്പോൾ പുരുഷന്മാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ് ക്രോമസോം ഉണ്ട്, വൈയിലാണെങ്കിൽ രണ്ട് എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മെയിൽസിന് ഒരു എക്സും ഒരു വൈയും ആണ്, ഫീമെയിൽസിന് രണ്ട് എക്സ് ക്രോമസോം ആണുള്ളത്. അപ്പോൾ മെയിൽസിന് ഈ എക്സ് ക്രോമസോം അവരുടെ അച്ഛൻ്റെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എക്സ് ക്രോമസോമിൽ, അമ്മയിൽ നിന്ന് വരുന്ന സമയത്ത് ആ എക്സ് ക്രോമസോമിൽ എന്തുണ്ടെങ്കിൽ ആ എക്സ് ക്രോമസോമിൽ ഈ ഒരു ഹീമോഫീലിയയുടെ പാറ്റേൺ ഉണ്ടെങ്കിൽ ആ ഹീമോഫീലിയ വരാൻ സാധ്യത കൂടുതലാണ്. ഇൻ കേസ് ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ അവർക്ക് രണ്ട് എക്സ് ക്രോമസോം ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആണെങ്കിലും രണ്ടാമത്തെ എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റീവ് അല്ല എങ്കിൽ അവർക്ക് എന്താണ് നോർമലി ഹീമോഫീലിയ വരാറില്ല. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോർമലി മെയിൽസിലാണ് ഹീമോഫീലിയ കൂടുതലായിട്ട് കാണുക, പക്ഷേ ഫീമെയിൽസിലും കാണും. ഓർത്ത് വെക്കുക, ഇൻ കേസ് രണ്ട് എക്സ് ക്രോമസോംസും ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോപ്പിയാണ് ഫീമെയിലിൽ ഉള്ളതെങ്കിൽ ഫീമെയിൽസിലും ഹീമോഫീലിയ കാണുമെത്തുക. പക്ഷേ ഇത് അത്ര കോമൺ അല്ല എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഹീമോഫീലിയയുടെ സിവിറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടർ 18 എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. അത് വളരെ കുറവാണ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഹീമോഫീലിയ ഉണ്ടാവുമെന്ന് ഓർത്ത് വെക്കാം. ഇതാണ് നോർമലി ഉണ്ടാവുന്ന ഹീമോഫീലിയ. മറ്റൊരു ഹീമോഫീലിയ ഉണ്ട്, അക്വയർഡ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് ജനറ്റിക്കലി വരുന്നതല്ല. നോർമലി ഹീമോഫീലിയ ടിപ്പിക്കലി ഇൻഹെറിറ്റഡ് ആണ്, പക്ഷേ ഈ ഹീമോഫീലിയ ജനറ്റിക്കലി വരുന്നതല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഓട്ടോ ആന്റിബോഡി ഉണ്ടാക്കുകയും ഈ ഫാക്ടർ 8 എന്ന് പറയുന്ന ഈ പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്യും, അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയാണ് അക്വയർഡ് ഹീമോഫീലിയ വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഹീമോഫീലിയ മോസ്റ്റ്ലി ജനറ്റിക് ആണ്, ഇൻഹെറിറ്റഡ് ആണ്, പക്ഷേ അക്വയർഡ് ഹീമോഫീലിയം ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. ഇത് വളരെ റെയർ ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത,
രാജ്യസഭാ ചെയർമാനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നു പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ഒരു നോ കോൺഫിഡൻസ് മോഷൻ രാജ്യസഭാ ചെയർമാനെതിരെ കൊണ്ടുവരാൻ കാരണമെന്നാണ് നമ്മൾ നോക്കുന്നത്. 60 രാജ്യസഭാ മെമ്പേഴ്സ് പ്രധാനമായിട്ടും ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ജഗദീപ് ധൻഖറിനെതിരെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള നോട്ടീസ് വളരെ അൺലൈക്ലി ആണ്, അത് സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുണ്ടായാൽ തന്നെ അതിൽ വോട്ട് ചെയ്യാനോ അതിൽ ഡിഫീറ്റ് ചെയ്ത് അദ്ദേഹം പുറത്താവാനോ സാധ്യതയൊന്നുമില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ പാർട്ടീസിന് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് രാജ്യസഭാ ചെയർമാന്റെ മേലെ, അതായത് വൈസ് പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പോസിഷൻ പറയുന്നത് വെച്ചാൽ അതായത് ഈ ഒരു മിസ്റ്റർ ധൻഖാർ അദ്ദേഹം പാർട്ടിസാൻ നേച്ചറാണ്, അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയെ അനുസരിച്ച് താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. ഈവൻ അദ്ദേഹത്തിന്റെ റൂളിങ്സും പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സും എല്ലാം അതുപോലെയാണ് എന്നുള്ളതാണ്. ഈവൻ അഡ്ജർമെന്റ് മോഷനിടയിൽ BJP MP-കളെ സംസാരിക്കാൻ അനുവദിച്ചു എന്ന് പറയുന്നതും നേരത്തെ അദ്ദേഹം റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതിനെ അനുവദിക്കാൻ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അൺകൺവെൻഷണൽ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഉദാഹരണത്തിന് മല്ലികാർജ്ജുനൻ ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഈവൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഇടപെടുന്നത് ഒരു രീതിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ തുടങ്ങിയിട്ടുള്ള പൊസിഷൻസ് രണ്ടും സെയിം തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭാ ചെയർമാൻ ആവുന്നത്. അദ്ദേഹം നോർമലി ന്യൂട്രൽ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ കാണാറുള്ളത്. ഈവൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ന്യൂട്രൽ ആയിരിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹം ഇമ്പാർഷ്യൽ അല്ല എന്നുള്ള രീതിയിലുള്ള കൺസേൺ ആണ് റേസ് ചെയ്യുന്നത്. അപ്പോൾ BJP ഇതിനെ ഓപ്പോസിഷൻ പാർട്ടീസിനെ മാർജിനലൈസ് ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിനൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യാണ് ഇദ്ദേഹത്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ BJPയും ഗവൺമെന്റും ധൻഖാറിനെ അനുസരിച്ചാണ് പറയുന്നത്. അതായത് ആന്റി ഇന്ത്യ ക്രിറ്റിസിസത്തെ കുറിച്ച് ആണ് അദ്ദേഹം എതിർക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം ഇടപെടുന്നത് എന്നൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. എനിവേ ഗവൺമെന്റും ഓപ്പോസിഷനും ഈ ഒരു ചെയർമാനെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യസഭയുടെ പ്രവർത്തനത്തെ വരും ദിവസങ്ങളിൽ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തുക്കോ. രാജ്യസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ അവരുടെ ഏത് പാർട്ടിയിൽ നിന്നാണ് രാജ്യസഭാ ചെയർമാൻ വരുന്നത് അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ വരുന്നതെന്ന് കാര്യമല്ല. അവർ ന്യൂട്രൽ ചെയർ ആയിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസത്തെയും അതുപോലെ തന്നെ ഈ ഒരു പാർലമെന്റിൽ നടക്കുന്ന ക്രിയാത്മകമായ ചർച്ചകളും നടക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത UK-യിലെ അസിസ്റ്റഡ് ഡൈയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ വാർത്തയാണ്. അപ്പോൾ എന്താണ് അസിസ്റ്റഡ് ഡൈയിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടത്. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതായത് ബ്രിട്ടനിൽ UK-യിൽ ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ള വളരെയധികം പ്രായമായിട്ടുള്ള അസുഖമൊക്കെ വന്നിട്ടുള്ള, അതായത് നമുക്ക് പറയാം എന്താ എണീച്ച് നടക്കാനൊന്നും പറ്റാതെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണമെങ്കിൽ അസിസ്റ്റഡ് ഡൈയിങ്ങിനെ ഓപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ഡോക്ടർമാരും അതുപോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ അസിസ്റ്റഡ് ഡൈയിങ്, അതായത് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബില്ല് ഇന്റൻസ് ആയിട്ടുള്ള ഡിബേറ്റുകൾ നടക്കുകയാണ്. പല MP-മാരും അനുകൂലിച്ചും പല ആൾക്കാരും എതിർത്തും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബില്ലിൽ ഫർദർ റിവ്യൂസും അമെൻമെന്റും ഒക്കെ ഉണ്ടാവും. അത് പബ്ലിക് ബിൽ കമ്മിറ്റിയുടെ മുന്നിലേക്ക് പോകും. അതിനുശേഷം മാത്രമാണ് ഫൈനൽ അപ്രൂവൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം അസിസ്റ്റഡ് ഡൈയിങ് എന്ന് പറയുന്ന വിഷയത്തെയാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു വെച്ചാൽ, അതായത് ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ എൽഡർലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ പ്രഷറൈസ്ഡ് ആയിട്ട് തോന്നും. അവർ ആ ഒരു പ്രഷർ കാരണം അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബില്ലിനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു സ്ലിപ്പറി സ്ലോപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് അസിസ്റ്റഡ് ഡൈയിങ് അലൗ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എലിജിബിലിറ്റി മെല്ലെ മെല്ലെ വർദ്ധിക്കും. അതായത് കാനഡയിൽ ഇതുപോലെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അത് പിന്നീട് ഗ്രീവസ് മെഡിക്കൽ കണ്ടീഷനുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരെ മരിക്കാനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സാങ്ക്ടിറ്റിയെ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യമല്ല. പ്രിമേച്ചർലി അവസാനിപ്പിക്കുക എന്നുള്ളത് എല്ലാ
പ്രശ്നങ്ങളെയും നേരിട്ട് അതിജീവിച്ച് മുന്നോട്ട് വരണം എന്നൊക്കെയാണ് മതങ്ങളും ഫിലോസഫീസും ഒക്കെ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബില്ല് എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസം. അതേസമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു നിയമത്തെ വളരെ കെയർഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള അഡൾട്ടിന് മാത്രമാണ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുക. അവർക്ക് ടെർമിനൽ ആയിട്ടുള്ള ഇല്ലസ് ഉണ്ടാവും, അല്ലെങ്കിൽ 6 മാസത്തിൽ താഴെയൊക്കെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നതിനും അവർക്ക് ഡിഗ്നിറ്റിയോടുകൂടി മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ബില്ലിൽ മൾട്ടിപ്പിൾ സേഫ് ഗാർഡ്സ് ഉണ്ട്. കാരണം 2 ഇൻഡിപെൻഡന്റ് ഡോക്ടേഴ്സ് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 14 ദിവസത്തെ നോട്ടീസ് പീരീഡിന് ശേഷം മാത്രമാണ് ഡിസിഷൻ എടുക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർമാർ തീരുമാനിച്ചാൽ മാത്രമല്ല, ഹൈക്കോടതി ഈ ഒരു വിഷയത്തെ പരിശോധിച്ച് അവിടെ മരണം എന്നുള്ളത് ഒരു ബെറ്റർ ചോയ്സ് ആണ് എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതിൽ തീരുമാനം വരിക. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ മിസ്യൂസിനുള്ള സാധ്യത വളരെ അപൂർവമാണ് എന്നാണ് പറയുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെയധികം വേദന സഹിച്ച് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമേറിയ ആൾക്കാർക്ക് അവർക്ക് ആ ഒരു വേദനയിൽ നിന്നൊരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബില്ലുകളിലൂടെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം കൊണ്ടുവരണം എന്നാണ് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറയുന്നത് ഓർക്കുക. ഇനി ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ മുന്നേ ഇതേപോലെ മെഡിക്കലി ടെർമിനലി ഇല്ലായിട്ട് ആശുപത്രിയിൽ വളരെയധികം കാലം കിടക്കുന്ന ആൾക്കാരെ അവരെ അസിസ്റ്റഡ് ഡൈയിങ് എന്ന് പറഞ്ഞാൽ പാസീവ് യുത്തനേഷ്യ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മെഡിക്കൽ സപ്പോർട്ടുകൾ വിഡ്രോ ചെയ്തുകൊണ്ട് അവരെ മരിക്കാൻ അനുവദിക്കുന്നത് കണ്ടായിരുന്നു. പ്രത്യേകിച്ചും അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്സ് നൽകിയിട്ടുണ്ടായിരുന്നു. 2018 സുപ്രീം കോടതി റൂളിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റീവ് നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് സുപ്രീം കോടതി കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെയും പ്രൈവസിയുടെയും ഒരു ഫണ്ടമെന്റൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നരകയാതന അനുഭവിച്ച് നരകിച്ച് മരിക്കുന്നതിനേക്കാൾ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പാസീവ് യുത്തനേഷ്യ ഇന്ത്യയിൽ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ്, പ്രത്യേകിച്ചും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ്, പ്രൈവസി, പേഴ്സണൽ ഓട്ടോണമി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഡിസ്കഷൻസ് വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹം 2025 100 വർഷം തികയാണ്. അപ്പൊ എന്താണ് ഈ സത്യാഗ്രഹം, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ വൈക്കം മഹാദേവ ടെമ്പിൾ, കേരളത്തിലെ വൈക്കം മഹാദേവ ടെമ്പിളിൽ നിന്നും അവിടെ ബാക്ക്വാർഡ് ഹിന്ദു കമ്മ്യൂണിറ്റീസിനെ പ്രവേശിക്കാൻ, അതിന്റെ അടുത്തൂടെ നടക്കാനുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ നടത്തിയ വലിയൊരു പ്രതിഷേധമാണ്. അപ്പോൾ 1924 പെരിയാർ ഇ വി രാമസ്വാമി നായിക്ക് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയും അതിനൊരു മാസ് സ്ട്രഗിൾ ആക്കി മാറ്റുകയും സോഷ്യൽ ജസ്റ്റിസിനും റിലീജിയസ് ഫ്രീഡത്തിനുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1925 ഈ ഒരു സമരം അവസാനിച്ചത്. അതായത് ഈ ഒരു ടെമ്പിളിന്റെ അടുത്തുകൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അനുവാദം നൽകുകയും അത് ഈ ഒരു ബാക്ക്വാർഡ് കാസ്റ്റസിനെ, പ്രത്യേകിച്ച് പിന്നോക്ക ജാതികൾക്ക് റിലീജിയസ് പ്ലേസസിലേക്കുള്ള പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടാണ് ഇത് കാണുന്നതായിട്ടുള്ളത്. 1925 മഹാത്മാഗാന്ധിയും ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സത്യാഗ്രഹത്തിന്റെ രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ ഒരുപാട് കേരളത്തിലെ ലീഡേഴ്സ്, ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവരും ഈ ഒരു സത്യാഗ്രഹത്തിന്റെ മൊമെന്റം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റിലീജിയസ് ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള വൈക്കം സ്ട്രഗിൾ പോലുള്ള ഒരുപാട് സമരങ്ങൾ രാജ്യത്തിന്റെ അകത്തും സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അംബാദേവി ടെമ്പിൾ, അതുപോലെ തന്നെ കലാരം മന്ദിർ, അവിടെയൊക്കെ ഈ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടി ദളിത് മൂവ്മെന്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്ത ആളാണ്. പ്രത്യേകിച്ചും ഭരണഘടനയുടെ നിർമ്മാണ സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, ഇത്തരത്തിൽ ഈ ഒരു റിലീജിയസ് സ്ഥലത്ത്, പ്രത്യേകിച്ചും ഹിന്ദു റിലീജിയസ് സ്ഥലത്ത് ഈ ഒരു ടെമ്പിൾ എൻട്രി അതുപോലുള്ള അവകാശങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ടെമ്പിൾ എൻട്രി എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് നടത്താൻ പറ്റണം എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് ഭരണഘടനയിൽ കാണാൻ പറ്റും. എന്നാൽ ഇതിനു മുന്നേ തന്നെ ട്രാവൻകൂർ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, മലബാർ ടെമ്പിൾ എൻട്രി ബില്ല് 1938, മദ്രാസ് ടെമ്പിൾ എൻട്രി ആക്ട് 1947 വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നോക്ക ജാതിയിലുള്ള ആൾക്കാർക്ക് ടെമ്പിളുകളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കാൻ തന്നെ. അപ്പോൾ നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് സ്റ്റേറ്റ് റെഗുലേഷൻ, റിലീജിയസ് പ്രാക്ടീസസിനെ സ്റ്റേറ്റിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ വിഭാഗം ആൾക്കാർക്കും അവർ ഈക്വലി ആണ് അവിടെ എത്താൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും പബ്ലിക് ആക്സസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും, അതേസമയത്ത് റിലീജിയസ് പ്രാക്ടീസസിന്റെ
ആ ഒരു കോർ ഐഡിയാസിൽ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുമാണ് നിലവിലുള്ളതെന്ന് കൂടെ ഓർത്തുക. അതുപോലെ തന്നെ മദ്രാസ് ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ്സ് ആക്ട് 1927, തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട് 1959 തുടങ്ങിയിട്ടുള്ളവയും ഈ ഒരു റിലീജിയസ് അഫയേഴ്സിൽ, പ്രത്യേകിച്ചും ഈ ഒരു മതപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ഒരു സ്റ്റേറ്റിനെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടാനുള്ള അവകാശം നൽകുന്നുണ്ടെന്ന് ഓർക്കുക. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പല പ്രാവശ്യം ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്, അതായത് മതത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെമ്പിൾസുമായി ബന്ധപ്പെട്ട സെക്യുലർ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഫാക്ടേഴ്സ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് 1954 ഷിരു മത്ത് കേസിലൊക്കെ സുപ്രീം കോടതി ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഈവൻ ഇന്ന് ഈ ഒരു റീഫോംസ് അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നോൺ ബ്രാഹ്മിൻ കാസ്റ്റിലുള്ള പ്രീസ്റ്റുകളെ, പൂജാരിമാരെ അമ്പലത്തിൽ നിയോഗിക്കുന്നുണ്ട്. അതും സോഷ്യൽ ഇക്വാലിറ്റി, റിലീജിയസ് ഫ്രീഡത്തിന് അല്ലെങ്കിൽ റിലീജിയസ് സ്പേസസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനൊക്കെ വലിയ പ്രതിഷേധം വരുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈവൻ ദോ ഇത്തരത്തിലുള്ള ഓർത്തഡോക്സ് റിലീജിയസ് കാറ്റഗറി അല്ലെങ്കിൽ ഓർത്തഡോക്സ് കാസ്റ്റ് ആൾക്കാരിൽ നിന്നുള്ള ഒപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓർത്തഡോക്സ് റിലീജിയസ് നോംസിനെ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാസ്റ്റ് പിടുത്തത്തിൽ നിന്ന് കാസ്റ്റുകളുടെ അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ആശയത്തിന്റെ ആ ഒരു കൺട്രോളിൽ നിന്നും സൊസൈറ്റിയെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം സ്ട്രഗിളിന്റെ ഈ 100ാം വാർഷികമാണ് 2024-25 വരുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വലിയൊരു പ്രതിഷേധത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട്, ഒരു ഓർമ്മയായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയിൽ ആ ഒരു റിലീജിയസ് കൺവേർഷൻ, പ്രത്യേകിച്ചും ടെമ്പിൾസ് അല്ലെങ്കിൽ മോസ്കുകളെ അതിൻ്റെ ആ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പെറ്റീഷൻസ് ആണ് ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നത്. അതായത് അപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായി പെറ്റീഷൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പെറ്റീഷൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് ഈ ഒരു വിഷയമായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 2022 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അദ്ദേഹം ഗ്യാൻവാബി പെറ്റീഷൻസ് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പിന്റെ ക്യാരക്ടർ, അത് നേരത്തെ അതിന്റെ ക്യാരക്ടർ അത് നേരത്തെ അതൊരു അമ്പലമായിരുന്നു എന്ന് പരിശോധിക്കുന്നത് തെറ്റില്ല എന്നുള്ളൊരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒബ്സർവേഷന്റെ മേലെ പിടിച്ചുകൊണ്ടാണ് ഒരുപാട് പെറ്റീഷൻസ് ഇപ്പോൾ കോടതികളിലേക്ക് വരുന്നത്. ഇത് ഒരുപാട് പെറ്റീഷൻസ് വരുവാണ് ഇതിന്റെ പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ചും എല്ലാം 800 വർഷം മുന്നേ പണിതിട്ടുള്ള മോസ്കുകളുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തു വെക്കാം. ഉദാഹരണത്തിന് അജ്മീറിലെ ദർഗ തന്നെയാണ്. ഇതൊരു സൂഫി ടോംബാണ്. സൂഫി സെയിന്റ് ആയിട്ടുള്ള ഖജ മൊയിനുദ്ദീൻ ഹസൻ ചിസ്തി അദ്ദേഹത്തിന്റെ ഒരു ടോംബാണിത്. ഇത് മുഗൾ കിങ് ആയിട്ടുള്ള ഹുമയൂണിന്റെ സമയത്ത് പണിതിട്ടുള്ളതാണ്. അപ്പൊ ഇത് നേരത്തെ സംഗത് മോച്ചാൻ മന്ദിർ ആയിരുന്നു എന്നുള്ളതും, അപ്പൊ ഈ ഒരു മന്ദിറിനെയാണ് ഈ ഒരു ടോംബാക്കി മാറ്റിയെന്നും അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ ആവശ്യം ഉയർന്നിട്ടുണ്ട്. മറ്റൊന്നാണ് അഥായ് ദിൻക ചോപ്ര എന്ന് പറയുന്നത്. ഇത് 12th സെഞ്ചുറിയിൽ 1200കളിലെ കുത്തബ്ദീൻ ഐബക്ക് അജ്മീറിൽ പണിതിട്ടുള്ള ഒരു മോസ്കാണ്. ഇതും ടെമ്പിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു സംസ്കൃത് കോളേജും ടെമ്പിളുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ജെയിൻ ടെമ്പിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് 1992 ഖോർ ഡൈനാസ്റ്റി ടൈമിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട ഒരു ജെയിൻ ടെമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടും ഇത് ആരോപണം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ 800ഉം 900ഉം വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ പണിതിട്ടുള്ള മസ്ജിദുകള് അവയുടെ പ്ലേസ് ഓഫ് വർഷിപ്പ് അവ ആക്ട് പ്രകാരം അത് പരിശോധിക്കണം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കോടതിയുടെ സമയം കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഷംസി ജമാ മസ്ജിദ് ഇത് ഇൽത്തുമിഷ് ബിൽഡ് ചെയ്തതാണ്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള മോസ്കാണ്. ഉത്തർപ്രദേശിലെ ബദോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തത്. ഇത് നീലകാന്ത് മഹാദേവ് ടെമ്പിൾ, ശിവന്റെ ടെമ്പിൾ ആണ് എന്നുള്ളതാണ് മുന്നേ കാലത്ത് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതും ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഇതിന്റെ മേലെയും ഇതിന്റെ റിലീജിയസ് ഹിസ്റ്ററിയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് വെക്കുക. അതായത് ഓൾറെഡി ഉള്ള 800 വർഷം മുന്നേ പണിതിട്ടുള്ള മോസ്കുകളുടെ പിറകില് അവിടെ നേരത്തെ ടെമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുക, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ സമയം കളയുക. ഇതേപോലെ തന്നെ തീലേവാലി മസ്ജിദ് ലക്നൗ, ഷാഹി ജമാ മസ്ജിദ് സംഭാൽ, അദാല മസ്ജിദ് ജോൺപൂർ, ഈദ്ഗഡ് മഥുര തുടങ്ങിയുള്ള ഒരുപാട് മസ്ജിദുകളുടെ മേലെയും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഈവൻ ഖവാത്ത് ഇസ്ലാം മസ്ജിദ് ഉണ്ട്, കുത്തബ് മിനാർ കോംപ്ലക്സിന്റെ അകത്തുള്ളതാണ്. കുത്തബ്ദീൻ ഐബക്ക് പണിതാണ്. ഇത് ഇൽത്തുമിഷ് 1213 ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇവിടെയും
ടെമ്പിളിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് അവിടെ ആർച്ചുകളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഇതേപോലെ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു കോൺട്രവേഴ്സി വർദ്ധിച്ചു വരികയാണ്. ഇത് കോടതികളുടെ ആ ഒരു ഇനാക്ഷൻ കാരണമാണ്, അല്ലെങ്കിൽ കോടതി കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെ സ്റ്റോപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം 1800-കളിൽ അല്ലെങ്കിൽ 1200-കളിൽ അന്നത്തെ ഭരിക്കുന്ന രാജാവ് അവര് പല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല. കാരണം ഭരിക്കുന്ന രാജാവ് അദ്ദേഹം ഓട്ടോക്രാറ്റ് ആണ്. അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യും. അത് 800 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഒരു സെക്യുലർ ക്യാരക്ടറുള്ള ഒരു രാജ്യത്ത് ഇന്ന് ആ മതത്തിൽ വിശ്വസിക്കുന്ന അവരുടെ പ്ലേസസ് ഓഫ് വർഷിപ്പിനെ ഡിമോളിഷ് ചെയ്തിട്ട് അവിടെ ടെമ്പിൾ പണിയുക എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഹാർമണിയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ടുവന്നുള്ളത്. വീണ്ടും പിന്നെ എന്തിനാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്? അത് ആ സോഷ്യൽ ഹാർമണിയെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു റിലീജിയസ് സെന്റിമെന്റ്സിനെ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇത്തരത്തിലുള്ള അപ്പീലുകൾ അല്ലെങ്കിൽ ഹർജികളെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ പല വിഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നത് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് റീസെന്റ് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടായിരുന്നു. അപ്പൊ നമുക്ക് ബ്രീഫ് ആയിട്ട് ഒന്നുകൂടി നോക്കാം. അപ്പോൾ വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ജേർണലുകൾ, റിസർച്ച് ആർട്ടിക്കിൾസും മറ്റുമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 30ഓളം ഇന്റർനാഷണൽ പബ്ലിഷേഴ്സിൽ നിന്ന് 13,000-ഓളം ജേർണലുകളാണ് അവൈലബിൾ ആക്കുന്നതെന്നും കൂടി ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിലവിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടുകൾ എടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. ഇതുവഴി അക്കാദമിക് പേപ്പേഴ്സ് കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. റിസർച്ച് സ്റ്റുഡൻസിനും സ്റ്റാഫിനും ഒക്കെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ വലിയ ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഇന്ന് ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ്. ഭൂരിഭാഗം ജേർണൽസും ഓപ്പൺ ആക്സസ് ചെയ്യുവാണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കുവാണ്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പൈസ ചെലവിട്ട് 6000 കോടിയോളം ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വൺ നാഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫണ്ട് ചെയ്യുന്നത് ഫോറിൻ ജേർണലുകൾക്കാണ്. അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ ബെറ്റർ ആയിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി പബ്ലിഷിംഗ് ഹൗസുകൾ ഉണ്ടാക്കുക, ജേർണൽസ് പബ്ലിഷ് ചെയ്യുക എന്നതിൽ ഫോക്കസ് ചെയ്തൂടെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് റിസർച്ചേഴ്സിനെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യുക, പ്രത്യേകിച്ചും ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജസ് ഉണ്ട്. ആ ഒരു ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജസിൽ എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഗവൺമെന്റ് പുറത്തേക്കുള്ളത് ഇതൊരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്റ്റുഡൻസിനും സ്റ്റാഫിനും ആക്സസ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ് ഡിസ്കഷനിലാണ്. ഇത് ഫേസസിലായിരിക്കും, 3 ഫേസസിലായിട്ടായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. ഫസ്റ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ദെൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ദെൻ പബ്ലിക് ലൈബ്രറികൾക്ക് ഉൾപ്പെടെ ആക്സസ് നൽകും എന്നാണ് പറഞ്ഞുള്ളത്. ഓപ്പൺ ആക്സസ് 150 കോടിയുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ആക്സസ് ജേർണൽ പബ്ലിഷിംഗും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഓപ്പൺ ആക്സസ് മോഡലിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അണ്ടർ ആംബിഗ്യൂറ്റി ആണെന്ന് ഓർത്തുക. അപ്പോൾ ഡൊമസ്റ്റിക് എഫേർട്ടുകൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ജേർണലുകളെയും മറ്റുമൊക്കെ എൻകറേജ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത, RBI ഗവർണറായിട്ട് മൽഹോത്ര, റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര അദ്ദേഹം അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ RBI ഗവർണർ ആയി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് RBI ഗവർണറെ സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ RBI ഗവർണറായി 3 വർഷ പീരീഡിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു നമ്മുടെ ടെക്നോളജിയും ഇന്നോവേഷനെയും ഒക്കെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുക. അപ്പോൾ എങ്ങനെയാണ് RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ചാൽ RBI ആക്ട് 1934 പ്രകാരമാണ് ഈ ഒരു RBI പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം, ആ നിയമപ്രകാരം അതിന്റെ RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ സെക്ടർ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ് സെർച്ച് കമ്മിറ്റി ഉണ്ട്. അതായത് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. ഇതിൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്, കറന്റ് RBI ഗവർണർ ഉണ്ടാവും, അതുപോലെ ഫൈനാൻഷ്യൽ സർവീസ് സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ 2 ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാരും ചേർന്നിട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് പീപ്പിൾസിന്റെ പേരുണ്ടാക്കും ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യും. എന്നിട്ട് ആ ഇന്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരുടെ പേര് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അപ്പോയിന്റ്മെന്റ്സിന് നൽകും.
അത് പ്രൈം മിനിസ്റ്ററെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റിയാണ് ആരാണ് ഗവർണർ ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഗവർണറെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാക്സിമം 5 വർഷം വരെയാണ് ഗവർണർക്ക് പീരീഡ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സീക്ക് ചെയ്യാനോ പറ്റും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ RBI ഗവർണർക്ക് എന്ത് യോഗ്യത വേണം എന്നുള്ളത് RBI ആക്ട് 1934 പറയുന്നില്ല. ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. വിവിധ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിവിധ എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഹെഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള RBI ഗവർണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, നമ്മൾ സ്പേസ് സെക്ടറിൽ വളരെയധികം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ക്ലൈമറ്റ് ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അധികം പറയാറില്ല. അപ്പോൾ സ്പേസ് എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്ലൈമറ്റ് ഇമ്പാക്റ്റുകളും അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലാക്ക് കാർബൺ, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ഒക്കെ ലാർജ് എമൗണ്ട് ആയിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഇതിൽ ഈ ബ്ലാക്ക് കാർബൺ, കരി എന്ന് പറയുന്ന സംഭവം, ഇത് സൂര്യപ്രകാശത്തെ 500 മടങ്ങ് കൂടുതൽ ആഗിരണം ചെയ്യും CO2നെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെയും ഗ്ലോബൽ വാർമിങ്ങിനെയും ഒക്കെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കാരണം. റോക്കറ്റ് പ്രൊപ്പലന്റുകൾ പ്രത്യേകിച്ചും അത് ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. സോ കൂടുതൽ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളത് ഓർത്തുക. അതേപോലെ തന്നെ സാറ്റലൈറ്റുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരുപാട് കാർബൺ എമിഷന് കാരണമാകുന്നതാണെന്ന് ഓർത്തുക. മറ്റൊന്നാണ് സ്പേസ് മൈനിങ് എന്ന് പറയുന്നതായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഇൻക്രീസ്ഡ് സ്പേസ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അത് ടെറസ്ട്രിയൽ ആയിട്ടും സ്പേസ് എൻവയോൺമെന്റിനെയും ബാധിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. മറ്റൊന്നാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന സ്പേസിൽ പോകുന്ന സാറ്റലൈറ്റുകളും മറ്റുമൊക്കെ അതിന്റെ പീരീഡ് കഴിഞ്ഞാൽ അതൊക്കെ ഓർബിറ്റൽ ഡെബ്രിസുകളായിട്ട് മാറുന്നുണ്ട്, അവിടെ വേസ്റ്റ് ആയി മാറുവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫങ്ക്ട് ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ, റോക്കറ്റിന്റെ വിവിധ സ്റ്റേജുകളുടെ ഘട്ടങ്ങള്, അതുപോലെ തന്നെ ഇത്തരത്തിൽ കൊളൈഡ് ചെയ്തിട്ട് ഇവ പരസ്പരം കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ഫ്രാഗ്മെന്റുകൾ, ഇത്തരത്തിൽ ഏകദേശം 13,000 ടണ്ണോളം മെറ്റീരിയൽസ് ആണ് സ്പേസിലുള്ളത്. ഇതെല്ലാം നിലവിലുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾക്ക് തന്നെ റിസ്ക് ആണ്. ഇത് ഏകദേശം ഒരു മണിക്കൂറിൽ 29 km/h എന്ന് പറയുന്ന വേഗതയിലൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിട്ടിക്കൽ കോമ്പോണന്റിനെയും മറ്റൊക്കെ ഡാമേജ് ചെയ്യാൻ സഫീഷ്യന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡാമേജുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യാണ്, ഹൈ ഷീൽഡുകൾ, നല്ല ഹൈ പ്രൊട്ടക്റ്റീവ് ഷീൽഡുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് അതിന്റെ കോസ്റ്റ് കൂടെ, സാറ്റലൈറ്റ് കോസ്റ്റ് കൂടി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പൊ സ്പേസ് ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഹ്യൂമൻ ക്രൂഡ് മിഷൻസിന് വരെ വളരെയധികം റിസ്ക് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ വളരെയധികം റിസ്ക് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആണ്. പക്ഷെ ഇതിന് കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള എമിഷൻ നോംസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കയ്യും കണക്കും ഇല്ലാതെ എൻവയോൺമെന്റൽ ഹാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഓവർ ക്രൗഡ് ചെയ്തിരിക്കുകയാണ് ഓർബിറ്റുകൾ. അപ്പൊ നിലവിൽ സ്പേസ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഒരു എഗ്രിമെന്റിലും കവേർഡ് ആയിട്ടുള്ള, പാരീസ് ക്ലൈമറ്റ് കൺട്രോളിലോ മറ്റൊന്നും കവേർഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ റോക്കറ്റുകളും സാറ്റലൈറ്റിൽ നിന്നുള്ള എമിഷൻസ് ഒന്നും തന്നെ ഈ ഒരു പരിധിയിലേക്ക് വരുന്നതേ ഇല്ല എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ റെഗുലേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറെ കൂടി സ്പേസ് മിഷൻസ് കുറെ കൂടി എക്സ്പെൻസീവ് ആയിട്ട് മാറും. ഈ ഒരു ഡെബ്രിസും വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ സ്പേസിനെ ഒരു കോമൺ റിസോഴ്സ് ആയിട്ട് കണക്കാക്കി അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന്, അതിന്റെ യൂസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോർപ്പറേഷൻ, പ്രത്യേകിച്ച് കമ്മിറ്റി ഓൺ ദ പീസ്ഫുൾ യൂസ് ഓഫ് ഔട്ടർ സ്പേസ് പോലുള്ള കമ്മിറ്റികളുണ്ട്. അത്തരത്തിലുള്ള കമ്മിറ്റികൾ ത്രൂ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്ന് ഒരു ഔട്ടർ സ്പേസ് ട്രീറ്റി സ്റ്റാൻഡേർഡ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സഹകരിച്ച് സൈൻ ചെയ്യേണ്ടത് ആവശ്യകതയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസും കൂടി ഓതേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകൾ. ഇപ്പോൾ സ്പേസ് എക്സിന്റെ അല്ലെങ്കിൽ ബ്ലൂ ഒറിജിന്റെ റോക്കറ്റുകൾ റീയൂസബിൾ ആണ്, അത് വേസ്റ്റും കുറക്കും കോസ്റ്റും കുറക്കും, അത് ബെറ്റർ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ്സ് ആണ് എന്നുകൂടി ഓർത്തിക്കുന്നതിന്. അതേപോലെ തന്നെ കുറച്ചുകൂടി ക്ലീനർ ആയിട്ടുള്ള ഫ്യൂൽസിലേക്ക്, ലിക്വിഡ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ബയോ ഫ്യൂൽസിലേക്ക് മാറുക, അതുവഴി ക്ലോറിൻ എമിഷൻസും മറ്റു ഫ്യൂൽ എമിഷൻസും കുറക്കുക, റിന്യൂവബിൾ എനർജിയുടെ മേലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ഡെബ്രിസ് ഫോം ചെയ്യുന്ന മെറ്റീരിയൽസ് അത് റീയൂസബിൾ അല്ലെങ്കിൽ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഡെബ്രിസ് റിമൂവൽ എളുപ്പമായിരിക്കും. അതുപോലെ ഓട്ടോണമസ് ഡെബ്രിസ് റിമൂവൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, കാരണം സ്പേസിൽ നിന്ന് ഡെബ്രിസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളും എടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഈ ഒരു ട്രാഫിക്, അതായത് സാറ്റലൈറ്റുകളുടെയും മറ്റുമേലുള്ള നിയന്ത്രണം കൊണ്ടുവരിക, ട്രാഫിക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ സാറ്റലൈറ്റുകൾ ഉണ്ടായ കൂടുതൽ കൊളീഷൻ ഉണ്ടാവുകയും കൂടുതൽ
ഡെബ്രിസുകൾ ഫോർമേഷന് കാരണമാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് സഹകരിക്കുകയും അതിനു പകരം ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളുടെ എണ്ണം കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റുകൾ വഴി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഗ്രീൻ ടെക്നോളജീസിൽ കൊണ്ടുവരുന്നത് വഴി നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് എക്സ്പ്ലോറേഷനിലേക്ക് വരാൻ പറ്റും എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടി പറ്റുക. അടുത്തൊരു വാർത്ത, ഈ ഒരു ആർടെമിസ് മിഷൻ എന്ന് വെച്ചാൽ മൂൺ മിഷനാണ് നാസയുടെ, അത് വീണ്ടും ഡിലേ ആകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയ ഗവൺമെന്റ് ഒക്കെ വരുവാണ്, അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഡിലേ ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആർടെമിസ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാസ അനൗൺസ് ചെയ്തത് അവരുടെ മൂൺ മിഷനാണ് ആർടെമിസ് മിഷൻ ഡിലേ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് 2 പ്ലാൻ ആർടെമിസ് മിഷൻ അതിന്റെ ഓറിയോൺ ക്രൂ ക്യാപ്സ്യൂൾ ഹീറ്റ് ഷീൽഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡിലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുതിയ പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിരിക്കാം എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ ഈ ആർടെമിസ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി 3 മിഷൻസ് ഉണ്ട്. 1, 2, 3. അപ്പോൾ ഇതിലെ 1 എന്ന് പറയുന്നത് അൺമാൻഡ് ആയിട്ടുള്ള മിഷൻ 2 ആണ് മൂൺ. ആൾക്കാരൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഓറിയോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അങ്ങോട്ട് വിടും. എന്നിട്ട് അതെന്ത് ചെയ്യും, അത് പരിശോധിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2022 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പർ ഹെവി ലിഫ്റ്റ് ലോഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡയറക്റ്റ് മൂണിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുക. ആർടെമിസ് 1 മിഷൻ. ഓക്കെ, ആർടെമിസ് 2 മിഷൻ എന്ന് വെച്ചാൽ ക്രൂഡ് ലൂണാർ ഫ്ലൈ ബൈ മിഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചന്ദ്രനിൽ പോയി ഇറങ്ങില്ല, ചന്ദ്രന്റെ ചുറ്റുമൊക്കെ പോയി കറങ്ങി വരുവാണ് ചെയ്യുക. അപ്പൊ ഇത് ചന്ദ്രനിലേക്ക് ആർടെമിസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഹ്യൂമൻ മിഷൻ ആയിരിക്കും. അത് 2024 പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനി 2026 ഡിലേഡ് ആയിട്ടുള്ളതെന്ന് ഓർത്തുക. 4 ആസ്ട്രോനട്ടിനെ അയക്കും. അവര് ഈ ഒരു ചന്ദ്രന് ചുറ്റും പോയി മാനോവർ ഒക്കെ ചെയ്ത് തിരിച്ചു വരും. അതിന് ഒരു ഫ്ലൈ ബൈ മിഷൻ ആണ്. അതിനുശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. മൂന്നാമത്തെ മിഷനാണ് ഹ്യൂമൻ റിട്ടേൺ ടു മൂൺ എന്ന് പറയുന്നത്. ഇത് 2025 പ്ലാൻ ചെയ്ത്. അത് എന്തായാലും ആർടെമിസ് 2 കഴിഞ്ഞിട്ടേ 3 പോവുള്ളൂ. സോ ഇത് വീണ്ടും ഡിലേഡ് ആവും. ആർടെമിസ് 3 എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ മൂണിലേക്ക് അയച്ചിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുന്നത്. ഫ്ലൈ ബൈ എന്ന് മാത്രമല്ല, ഇത് മൂണിലേക്ക് പോയി സർഫസിൽ ഇറങ്ങി സർഫസിനെ കുറിച്ച് പഠിച്ചിട്ട് പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ ഇത് 2029 ലൂണാർ ഗേറ്റ്വേ സ്റ്റേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പദ്ധതിയുണ്ട് എന്നുകൂടി ഓർത്തുക. അതുവഴി ഇത്തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾക്കൊക്കെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആർടെമിസ് മിഷൻ എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ റിമാർക്സുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു രീതി ഹൈക്കോടതി ജഡ്ജസിന്, പ്രത്യേകിച്ചും ഇമ്പാർഷ്യൽ ആയിട്ട് നിൽക്കേണ്ട ജഡ്ജിമാരുടെ ഭാഗത്ത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എഡിറ്റോറിയലാണ്. പ്രത്യേകിച്ചും സോഷ്യൽ ഹാർമണി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പബ്ലിക് സെർവന്റിന്റെയും ഉത്തരവാദിത്തമാണ്, ജഡ്ജസിന്റെയും ഉത്തരവാദിത്തമാണ്. അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മിസ്ബിഹേവിയർ തന്നെയാണ് അത് ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എഡിറ്റോറിയൽ പറയുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസുമാരുടെ ടെന്യൂഴ്സുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് 24 ദിവസം, 3 മാസം, 6 മാസം ഒക്കെയാണ് ടെന്യൂർ കിട്ടുന്നതെന്നും അതുകൊണ്ട് തന്നെ ജഡ്ജിമാർക്ക് കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ജഡ്ജസ്മാരുടെ ഏജ് കൂട്ടുന്നതിനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ബ്രിട്ടീഷ് റീഫോംസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇത് 65 വയസ്സൊക്കെയാണ് വരുന്നതായിട്ടുള്ളത്. അതിനു പകരം ബ്രിട്ടീഷ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനിലൊക്കെ 85 വയസ്സ് വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഉയർന്ന പ്രായപരിധി സെറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മിനിമം ടെന്യൂർ സെറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഡ്ജസിന്റെ ടെന്യൂറിനെ സംബന്ധിച്ച് നിങ്ങൾ പൊളിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കും. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് വന്നൊരു ആർട്ടിക്കിളാണ്. ഈ ഒരു വിഷയം കൂടെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.